ഉപമുഖ്യമന്ത്രി സ്ഥാന വിഷയത്തിൽ മാതൃഭൂമി ന്യൂസിനോട് നിലപാട് വ്യക്തമാക്കുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടി. ആലങ്കാരിക പദവിയോട് ലീഗിന് താൽപര്യമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച വിഷയത്തിൽ ലീഗിന്റേത് കൂട്ടായ തീരുമാനമെന്നും മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മഞ്ചേശ്വരത്തെ SDPI പിന്മാറ്റം ലീഗ് സമ്മർദ്ദം കൊണ്ടല്ല എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇലക്ഷൻ ബസിന്റെ യാത്ര മലപ്പുറം ജില്ലയിലൂടെ പര്യടനം തുടരുകയാണ്. രാവിലെ നമ്മൾ പാണക്കാട് പോയി. ഇനി നിർബന്ധമായും മലപ്പുറം ജില്ലയിലെത്തിയാൽ നമ്മൾ കാണേണ്ട മുസ്ലിം ലീഗിന്റെ വളരെ സമുന്നതനായ നേതാവും ഒപ്പം ഇത്തവണ മണ്ഡലമൊക്കെ ഒന്ന് മാറി മത്സരിക്കുകയാണ്, സ്ഥാനാർത്ഥിയാണ്, തിരക്കിലാണ്. അതിൻ്റെ ഇടയിലാണ് കാണുന്നത്. അവിടെ എങ്ങനെ പോകുന്നു പ്രചാരണ പ്രവർത്തനം? ഒരു പരിചയപ്പെടുത്തലൊന്നും എവിടെയും ആരുടെ അടുത്തും ആവശ്യമില്ലാത്ത ഒരാളെന്ന നിലയ്ക്കാണ്. എന്നാലും അല്ല, മലപ്പുറം ജില്ലയിൽ എന്തുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് തന്നെ ഒരു ഏകദേശ ധാരണ ഉണ്ട്. തെളിവായിട്ട് കഴിഞ്ഞ പാർലമെൻറ്റും ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനും ഒക്കെ ഉണ്ട് താനും. ഇവിടെ എല്ലാ സീറ്റും UDF കിട്ടും. 16 കിട്ടും, അത് സംശയമൊന്നുമില്ല. അപ്പോൾ ആ ട്രെൻഡാണ് ഈ ജില്ലയിൽ. എങ്കിൽ കോഴിക്കോട് പോലുള്ള ജില്ലയിൽ തകർപ്പൻ ജയം ഉണ്ടാവും. ഇതിൻ്റെ ഇത് എപ്പോഴും കേരളം ഒരേ രീതിയിലാണല്ലോ പലപ്പോഴും വോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഇലക്ഷൻ UDF ട്രെൻഡുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കമൊക്കെ UDF ബാധിക്കും എന്ന് കരുതുന്നുണ്ട്. കോൺഗ്രസിലെ 2 പ്രമുഖ നേതാക്കൾ K. സുധാകരനും P. J. കുര്യനും ഞങ്ങൾ രമേശ് ചെന്നിത്തലയാണ് പിന്തുണയ്ക്കുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് KC വേണുഗോപാൽ പറയുന്നു. ഇത്തരം തർക്കങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ? ആ വക ചർച്ചകളൊക്കെ അങ്ങനെ അതിൻ്റെ പതുക്ക് നടക്കും. പക്ഷേ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുക്കും, അവരെ നേതൃത്വം അത് ഫൈനലാക്കും. അതിനെ UDF കക്ഷികൾ പിന്തുണക്കും. ലീഗിന് അക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആവശ്യമില്ലല്ലോ. കാരണം അവർ തീരുമാനിച്ചതിന് ശേഷം അഭിപ്രായം പറയേണ്ട പാർട്ടിയാണ് ലീഗ്. അല്ലാതെ അതിൻ്റെ ഇടയിൽ കയറി ഇന്ന ആളാ നല്ലതെന്ന് പറയുന്നത് ആ ജാതി മണ്ടത്തരം ചെയ്യാനൊന്നും ഞങ്ങളില്ല. സിംഗിൾ ഇമേജ് നിലനിർത്തിക്കൊണ്ട് ക്യാമ്പയിൻ നടക്കുന്നതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണുന്നത്. അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു എന്നുമാണ് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ മലയാളികൾക്ക് പൊതുവെ അങ്ങനത്തെ ഒരു ആരാധനയുള്ള കൂട്ടത്തിലുമാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കോൺഗ്രസിലെ കാര്യം നേരത്തെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ ഒരു വിലയിരുത്തലിൽ കുഴപ്പമോ എന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു സിമ്പിൾ പ്രോസസ്സാണ്. അത് ഡെമോക്രാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവർ ഇലക്ഷന് ശേഷം ഒരാളെ തിരഞ്ഞെടുത്താൽ യാതൊരു എതിർ ശബ്ദവും ഉണ്ടാവില്ല. ഇത്രയധികം സ്ഥാനാർത്ഥികളെ CPM കഴിഞ്ഞോ? ഇത്തവണ കോൺഗ്രസ് യാതൊരു എതിർ ശബ്ദവും ഇല്ലാതെ തീർത്തില്ലേ? ഞങ്ങൾ ഇന്നലെ AK ബാലനെ കണ്ടിരുന്നു. AK ബാലൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, വേങ്ങരയിൽ KM ഷാജിയെ മത്സരിപ്പിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറിയതെന്നാണ്. ഈ എലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചില നേതാക്കന്മാർ ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാതെ എന്തിനാണ് മനസ്സിലായില്ലേ? വിവാദം അത് തന്നെ ഒരു പോളറൈസേഷൻ ഒക്കെ ഉദ്ദേശിച്ച് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട കൂട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ചർച്ചയാണത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലും ആ ചർച്ച ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ദേശീയോ നേരത്തെ ഞങ്ങൾ പാണക്കാട് പോയപ്പോൾ ചോദിച്ചിരുന്നു, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ചോദിക്കോ? ഇല്ല എന്ന് പറഞ്ഞു. എത്ര മന്ത്രിമാർ വേണം എന്നുള്ള കാര്യത്തിൽ 5-ൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഇല്ല എന്ന മറുപടിയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ കൂട്ടായ തീരുമാനമാണോ? അല്ല, അങ്ങനെ തന്നെയാണ്. തങ്ങൾ പറയുന്നതാണല്ലോ ഞങ്ങളുടെ കൂട്ടായ തീരുമാനമായി പുറത്തു വരുന്നത്. ഞങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്തിട്ട് പാർട്ടിക്കകത്തൊക്കെ ആലോചിച്ച് തന്നെയാണ് തങ്ങളത് പറയുന്നത്. ഈ ഓർണമെൻ്റൽ പോസ്റ്റിനോടൊന്നും ഞങ്ങൾക്കൊരു താല്പര്യമില്ല. അത് മാത്രമല്ല, ഡിമാൻഡ് ചെയ്ത് വാങ്ങുന്ന പതിവൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾ സീറ്റ് കൂടുതൽ ചോദിക്കും എത്ര പ്രാവശ്യം വാർത്ത വന്നു. ഞങ്ങൾ പണ്ട് മത്സരിക്കുന്ന എണ്ണം സീറ്റ് തന്നെ മത്സരിക്കുന്നുള്ളൂ, ഒരെണ്ണം അധികമില്ല. എല്ലാം പഴയതുപോലെ ആയിരിക്കുമോ? എല്ലാം ഞങ്ങളെ നല്ല കാലത്തെ പോലെ ഇരിക്കും.